ഹലോ വെൽക്കം ടു അനദർ വീഡിയോ ഓഫ് ഇന്ത്യൻ ചാനലൻഡ്. എൻ്റെ കഴിഞ്ഞ വീഡിയോ പറഞ്ഞ പോലെ ഇന്ന് റേസർ ക്ലാമിൻ്റെ കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ. ഇനി റേസർ ക്ലാം എന്താണെന്നും അത് പ്രോപ്പർലി എങ്ങനെ ക്ലീൻ ചെയ്യുന്നതെന്നുള്ള ലിങ്ക് ഞാൻ ഇവിടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. നമ്മൾ റേസർ ക്ലാം കൊണ്ട് ഒരു ക്ലാം ചൗഡറാണ് ഉണ്ടാക്കുന്നത്. ചൗഡർ ഒരു ക്രീമി സൂപ്പ് കൈൻഡ് ഓഫ് ഡിഷാണ്. അപ്പോൾ വീഡിയോയിലോട്ട് പോയാലോ. ഇങ്ങനെയാട്ടോ ക്ലീൻ ചെയ്ത് കഴിയുമ്പോൾ റേസർ ക്ലാം ഇരിക്കുന്നത്. ഇനി നമുക്ക് ഇതിനെ ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ടോട്ടലി കട്ട് ചെയ്ത് നമുക്ക് ഇത്രയും മീറ്റാണ് കിട്ടിയേക്കുന്നത്. ഇനി നമുക്ക് ക്ലാം ചൗഡറിന് വേണ്ടി 4 വെളുത്തുള്ളി എടുത്തിട്ടുണ്ട്, ഒരു വലിയ കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്, പിന്നെ ഒരു ഫുൾ ലെമൺ എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി പാഴ്സ്ലി വേണം ഇച്ചിരി. ഇനി ഞാനിവിടെ ഫുൾ കുക്കിംഗ് ചെയ്യുന്ന ബട്ടറിലാണ്, സോ നമുക്ക് കുറച്ച് ബട്ടർ വേണം. ഇനി നമുക്കൊരു പാൻ ചൂടാക്കാൻ വെക്കാം. അപ്പോഴേക്കും ഞാനിവിടെ മിൻസ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട് ഗാർലിക്ക് നല്ലോണം, പിന്നെ ചെറിയ ഉള്ളിയും പച്ചമുളകും അരിഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മിൻസ് ചെയ്ത് വെച്ച ഗാർലിക് ഇടാം. ഒണിയനും ഗ്രീൻ ചില്ലീസും കൂടെ ബട്ടറിലോട്ട് ഇടാവേ. ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ഒരു ഫുൾ ലെമണിൻ്റെ സെസ്റ്റ് എടുക്കണം. സെസ്റ്റ് എടുക്കുമ്പോൾ വൈറ്റ് പോർഷൻ വരാതെ യെല്ലോ പോർഷൻ തന്നെ നമ്മൾ സെസ്റ്റ് ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കണേ, അല്ലെങ്കിൽ കയ്പ്പ് വരും കേട്ടോ. ഇപ്പം നല്ലപോലെ ഉള്ളിയൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നമ്മുടെ ക്ലാം മീറ്റ് കംപ്ലീറ്റ്ലി ഇടുവാണ്. ഇനി ഞാൻ സെസ്റ്റ് എടുത്ത ലെമൺ ഇല്ലേ, ആ ലെമണിൻ്റെ ഫുൾ ജ്യൂസ് നമ്മൾ എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ 1 ടീസ്പൂൺ ഡ്രൈഡ് പാഴ്സ്ലിയും കൂടെ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി ഇതെല്ലാം കൂടെ നല്ലോണം മിക്സ് ചെയ്ത ശേഷം നമ്മൾ വളരെ കുറച്ച് നേരം ഇതൊന്ന് മൂടി വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ ഒന്ന് തിള വന്നു കഴിയുമ്പോൾ നമുക്ക് മൂട തുറന്ന് ഇനി ബാക്കി വെള്ളം നമുക്ക് തുറന്ന് വെച്ച് പറ്റിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്യാം. വെള്ളം നല്ലോണം വറ്റി വന്ന് കഴിയുമ്പോൾ നമുക്ക് ഇതിനകത്തോട്ട് ഫ്രഷ് ക്രീം ആഡ് ചെയ്യാം. ഫ്രഷ് ക്രീം നമുക്ക് ആവശ്യത്തിന് ആഡ് ചെയ്യാം. അതിനങ്ങനെ പ്രത്യേകിച്ച് കണക്കൊന്നുമില്ല കേട്ടോ, നമ്മുടെ ഒരു നീഡ് അനുസരിച്ച് ആഡ് ചെയ്യാം. ഫ്രഷ് ക്രീമും കൂടെ നമ്മൾ ഇത് ഡൈല്യൂട്ട് ചെയ്ത് ഒരു സൂപ്പ് കൺസിസ്റ്റൻസിലോട്ട് എത്തിക്കാൻ വേണ്ടി പാലോ വാട്ടറും ആഡ് ചെയ്തെടുക്കാം. ഞാനിവിടെ പാലാണ് ആഡ് ചെയ്യുന്നത്. ഞാൻ ഇച്ചിരി സ്പ്രിംഗ് ഓണിയൻ എടുത്തിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വൈറ്റും ഗ്രീനും സെപ്പറേറ്റ് കട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് അതിൻ്റെ വൈറ്റ് കൂടെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് കുരുമുളക് പൊടിയാണ്.
നമുക്ക് ചെറിയ എമൗണ്ടിൽ കുരുമുളക് പൊടി ആഡ് ചെയ്യാം. ഇത് നമുക്കിനി കുറുക്കി എടുക്കേണ്ടതാണ്. സോ അതിന് ശേഷം ഫൈനലി നമുക്ക് ടേസ്റ്റ് ചെയ്യുമ്പം എരിവ് കുറവാണെന്നുണ്ടെങ്കിൽ പിന്നെ ആഡ് ചെയ്തെടുക്കാം കേട്ടോ കുരുമുളക്. ഇനി നല്ലോണം ഇത് തിളച്ച് ചെറുതായിട്ട് കുറുകി വരട്ടെ. ഇപ്പോൾ നമുക്കിത് ഒരു ചൗഡറിൻ്റെ കൺസിസ്റ്റൻസിയിലോട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഫ്ലെയിം ഓഫ് ആക്കുവാണ്. ഇനി ഫൈനലി നമുക്ക് സ്പ്രിംഗ് ഓണിയൻ ഗ്രീൻ ഇതിനകത്തോട്ട് ആഡ് ചെയ്യാം. ഉപ്പും കുരുമുളകും ഒക്കെ ഇപ്പോൾ പാകത്തിനുണ്ടോയെന്ന് നമുക്ക് നോക്കാം. കുറവാണെന്നുണ്ടെങ്കിൽ ഉപ്പും കുരുമുളകും ചേർക്കാവുന്ന കേട്ടോ ഇപ്പോൾ. ആൻഡ് ഫൈനലി ഇറ്റ്സ് റെഡി. സെർവ് ഹോട്ട്. എൻജോയ്. സോ ഹോപ്പ് യു എൻജോയ്ഡ് ദ വീഡിയോ. നമ്മളെല്ലാ പ്രാവശ്യവും മസാലയൊക്കെ ചേർത്തിട്ടാണ് കക്കയിറച്ചി ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ ഇപ്രാവശ്യം ഒരു ഇച്ചിരി മാറ്റി വെച്ച് ഇങ്ങനെ ഒരു വെറൈറ്റി റെസിപ്പി ട്രൈ ചെയ്ത് നോക്ക്. ഈസി അല്ലേ? അപ്പോൾ താങ്ക് യു ഫോർ യുവർ ടൈം ആൻഡ് താങ്ക് യു ഫോർ വാച്ചിങ്. വീഡിയോ ഇഷ്ടമായ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ.